കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൻ്റെ ദൈവവചന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിലെ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ കേൾവിക്കാരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളെ വന്ന് തിരിക്കുന്നൊരു കാലയളവ്, വിശേഷാൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രതിസന്ധിയിലൂടെയും പ്രതികൂലങ്ങളെയൊക്കെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ദൈവജനങ്ങൾ ദൈവത്തിനുള്ള പ്രത്യാശ കൈവിടാതെ ദൈവമുഖത്തേക്ക് നോക്കി വിടുതൽ പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവത്തെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ദൈവവചന പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ 2-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നെബൂഖദ്നേസർ കണ്ട ഒരു സ്വപ്നം, അത് മറന്നുപോയിട്ട് അവിടെയുള്ള തന്നെ ഇത്ര നാളും ആലോചനകൾ കൊടുത്ത് തനിക്ക് ആവശ്യമായ ആലോചനയും അരുളപ്പാടും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നവർ തങ്ങളാൽ സാധിക്കത്തില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് നീങ്ങുന്നു. അവർക്ക് ന്യായവിധി കൽപ്പിച്ചു, എങ്കിലും അവരാൽ കഴിയാത്തൊരനുഭവത്തിലേക്ക് അത് നീങ്ങുമ്പോൾ എബ്രായ ബാലന്മാരുടെ ചെവിയിലെത്തുന്നു. അവർ ഇതറിഞ്ഞിട്ട് ഞങ്ങൾക്ക് അല്പം ഡേറ്റ് നീട്ടിത്തരണമെന്ന് ആവശ്യപ്പെടുന്നു. അവർ റിക്വസ്റ്റ് അനുസരിച്ച് ഡേറ്റ് നീട്ടിക്കൊടുത്ത ശേഷം അവർ ഒരുമിച്ച് വിഷയങ്ങൾ ഷെയർ ചെയ്യുന്നു. ദാനിയേൽ അറിഞ്ഞപ്പോൾ തൻ്റെ സഹോദരന്മാരോടൊരു വിഷയം ഷെയർ ചെയ്യുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ നമുക്ക് പല കാര്യങ്ങൾ കാണുവാൻ കഴിഞ്ഞു. അതെല്ലാം നമ്മൾ ചിന്തിച്ചതാണ്. കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, ഒരു നല്ല കൂട്ടായ്മ ബന്ധം, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം സ്വപ്നത്തിൽ ആ കണ്ട സ്വപ്നം എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതിന് നന്ദി സൂചകമായി അവർ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഇത്രയും ഭാഗമാണ് പഠിച്ചു കഴിഞ്ഞത്. അവർ ദൈവം കൊടുത്ത ആ വെളിപ്പാടനുസരിച്ച് സ്വപ്നം മനസ്സിലാക്കുകയും അതിന് ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുകയും ചെയ്യുന്ന ഒരനുഭവമാണ് കണ്ടത്. അവിടെ പറയുന്ന നന്ദി വാചകങ്ങൾ മുഴുവൻ സാധാരണ പദപ്രയോഗങ്ങളല്ല. സ്തുതി കൊണ്ട് ഉയർത്തുന്ന ഒരു നല്ല ഒരു അനുഭവം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവത്തെ എത്രത്തോളം ഉയർത്താമോ ആ നിലകളിൽ ഉയർത്തുന്ന, സ്തുതിയിൽ ഉയർന്നു നിൽക്കുന്നൊരനുഭവം കാണുന്നുണ്ട്. ദാനിയേൽ ദൈവത്തെ അവിടെ സ്തുതിച്ചത് ദൈവത്തിൻ്റെ ശക്തിക്കും ദൈവത്തിൻ്റെ അധികാരത്തെ ഓർത്താണ് സ്തുതിച്ചത്. അല്ലാതെ ഏതെങ്കിലും ഭൗതിക നന്മകളോ ഈ പാലസി ഞങ്ങളെ കൊണ്ടുവന്നതിനെ കുറിച്ചോ, ഞങ്ങൾക്ക് ശ്രേഷ്ഠമായ സ്ഥാനം തന്നു, ഞങ്ങളെ മാനിച്ചു, അതൊന്നും ഓർത്തല്ല ദാനിയേലോട് സ്തുതിക്കുന്നത്. ദാനിയേൽ ദൈവത്തിന് കൊടുക്കുന്ന സ്തുതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അധികാരം, അതോർത്താണ് ദൈവത്തിന് സ്തോത്രം ചെയ്തത്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ശക്തനായ രാജാവ് എന്ന് പറയുന്ന നെബൂഖദ്നേസറാണ്. ഒരു സാമ്രാജ്യ സ്ഥാപകൻ. പല സാമ്രാജ്യങ്ങൾ ഉയർന്നു വന്നാലും ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തി ബാബിലോൺ സാമ്രാജ്യ ശക്തിയായിരുന്നു. നെബൂഖദ്നേസർ കണ്ട ബിംബത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാലും അത് തന്നെയാണ്.
അപ്പൊ അങ്ങനെയുള്ള ആ രാജാവിനെ പോലെക്കാൾ അതിനേക്കാൾ ശക്തനാണ് യഹോവയായ ദൈവമെന്ന് ദാനിയേൽ അവിടെ ഉയർത്തിപ്പിടിക്കുകയാണ്. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഏറ്റവും വലിയവനും ശക്തനും ഉന്നതനുമാണെങ്കിലും അതിനേക്കാൾ വലിയവനാണ് എൻ്റെ ദൈവം എന്ന് ദാനിയേൽ ഹൃദയത്തിനകത്ത് ചിന്തിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സ്തുതികളും സ്തോത്രങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്ന ഭൗതിക നേട്ടങ്ങളുടെ മേലല്ല നമ്മൾ സ്തുതിക്കേണ്ടത്. നമുക്ക് ലഭിക്കുന്ന സ്ഥാനമാനങ്ങളെ ഓർത്തല്ല നാം സ്തുതിക്കേണ്ടത്. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പരമാധികാരം, ദൈവത്തിന്റെ മഹത്വം, ഇതെല്ലാം ഓർത്താണ് വാസ്തവത്തിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്. നമുക്കറിയാം, പല പാട്ടുകൾ, അതിന് തക്കയോഗ്യമായ പാട്ടുകൾ നമ്മൾ പാടാറുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ പാട്ട് പാടി, മഹിമയ്ക്ക് പാത്രരെ. അത് ദൈവത്തിന്റെ മഹത്വത്തെയും ദൈവത്തിന്റെ ശക്തിയെയും അധികാരത്തെയും ആധിപത്യത്തെയും ഒക്കെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളതായ ഒരു പാട്ടാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ അധികാരത്തെ നമ്മൾ ഓർക്കണം, ദൈവത്തിന്റെ മഹത്വം. എങ്കിൽ മാത്രമേ നമ്മുടെ ആരാധന അതിന്റെ പവറിൽ മുൻപോട്ട് പോകത്തുള്ളൂ. ദൈവം ചെയ്ത ഉപകാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്തുതിക്കുന്നതെങ്കിൽ നമ്മുടെ സ്തുതികൾക്ക് ഏറ്റക്കുറച്ചുകളുണ്ടാവും. നന്മ ലഭിക്കുമ്പോൾ കൂടുതൽ സ്തുതിക്കുക, നന്മ ലഭിച്ചില്ലെങ്കിൽ മൗനമായിരിക്കുക. അങ്ങനെയല്ല. അതിനേക്കാൾ ഉപരിയായ നിലയിൽ ഇതിനെല്ലാം ഉറവിടമായിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ നമുക്ക് ഓർക്കാം. സങ്കീർത്തകർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ആമീൻ, നിന്നെ കാത്തിരിക്കുന്ന അനേക ജന്തുക്കൾ വെള്ളത്തിലുണ്ട്, തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്കെല്ലാം തൃപ്തി വരുത്തുന്നു. അപ്പൊ ദൈവത്തിന്റെ ആ അധികാരം, ജനറസിറ്റി, ഇതൊക്കെ നോക്കുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കുവാൻ ഒത്തിരി ബാധ്യസ്ഥരാണ്. ഇവിടെ വായിക്കുന്ന അവൻ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു എന്ന് വായിക്കുന്നുണ്ട്. 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 23-ാമത്തെ വാക്യം, 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. എന്റെ പിതാക്കന്മാരുടെ ദൈവമായുള്ളോവേ, നീ എനിക്ക് ജ്ഞാനവും ബലവും തന്നു. ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചത് ഇപ്പോൾ എന്നെ അറിയിച്ച് രാജാവിന്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഇവിടെ വായിക്കുന്നു, വെളിപ്പെടുത്തി തന്നത് കൊണ്ട്. ആരെ വെളിപ്പെടുത്തി കൊടുത്ത? യഹോവയായ ദൈവം എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവത്തിന്റെ മനസ്സിന്റെ അകത്തിരിക്കുന്ന കാര്യങ്ങൾ, സ്വപ്നത്തിൽ നെബൂഖദ്നേസർ കണ്ട കാര്യങ്ങൾ മറന്നുപോയിട്ടും ദൈവം ഇവിടെ പ്രാർത്ഥനയുടെ മുൻപിൽ, ഇവിടെ ഐക്യമത്യത്തോടുള്ള പ്രാർത്ഥനയുടെയും ആരാധനയുടെ മുൻപിൽ ദൈവം അത് അവന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. നാം ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. ദൈവം ഇവിടെ ദാനിയേലുമായിട്ടൊരു ആശയവിനിമയം നടത്തുകയാണ്. ദാനിയേൽ ആരാണ്? ദൈവം ആരാണ്? ദാനിയേൽ ഒരു അടിമച്ചെറുക്കൻ, യഹൂദയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന ഒരു അടിമച്ചെറുക്കൻ, രാജകൊട്ടാരത്തിൽ വാഴുന്നത് മാത്രമേ ഉള്ളൂ. യഹോവയായ ദൈവം അങ്ങനെയുള്ളതായ ഒരു വ്യക്തിയോട് സംസാരിക്കത്തക്ക നിലയുള്ള യോഗ്യതകൾ ദാനിയേലില്ലായിരിക്കാം.
അതിനുള്ള പ്രാപ്തി കാണത്തില്ല, അതിനുള്ള ജ്ഞാനം കാണത്തില്ല, അതിനുള്ള പവർ ഇല്ല. കർത്താവേ, നിന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ, അല്ല അങ്ങ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ഉള്ളതായ ഒരു പ്രാപ്തി എനിക്കില്ല, ജ്ഞാനം എനിക്കില്ല, കഴിവെനിക്കില്ല, എനിക്കില്ല പവർ ഇല്ലാതിരിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ നീ ഞങ്ങൾക്കത് വെളിപ്പെടുത്തി ആശയവിനിമയം നടത്തി ഞങ്ങളോട് നീ ഞങ്ങളോട് സംസാരിച്ചു. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് ദൈവത്തിന്റെ വലിയ ഇടപെടലാണത്. നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മൾ എന്താ ദൈവത്തിന്റെ അത്രയും ആ ലെവലിലാണോ ജീവിക്കുന്നത്? അല്ല, ദൈവത്തിന്റെ ആ ലെവൽ നമ്മൾ ചെന്നിട്ടില്ല. അങ്ങനെയുള്ള ഉന്നതനായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ചെവി ചായ്ച്ച് കേട്ടെന്നാ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ വസ്തുത, നമ്മുടേതായിരിക്കുന്ന ദൈവം നമ്മുടേതായിരിക്കുന്ന സ്റ്റാൻഡേർഡോ ലെവലോ ഒന്നും നോക്കാതെ തൻ്റെ ഭക്തന്മാരുടെ നിലവിളിയുടെ മുൻപിൽ ചെവി ചായ്ച്ചിറങ്ങി വരുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. നമ്മൾ ഏത് കൂടാരങ്ങളിൽ പാർത്താലും, നമ്മൾ എവിടെ ജീവിച്ചാലും, നാം അവൻ്റെ മക്കളായി ജീവിക്കുമ്പോൾ, നമ്മൾ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥന മുൻപിൽ അരികിൽ വന്ന് നമ്മളോട് ആശയവിനിമയം നടത്തുന്ന ഒരു ദൈവത്തെയാണ് നാം കണ്ടുമുട്ടിയിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ വരാൻ ഒക്കത്തില്ല, നിങ്ങളുമായി യാതൊരു ബന്ധവും എനിക്ക് ബന്ധപ്പെടാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു ദൈവത്തെയല്ല, നമ്മുടെ ലെവലിലേക്ക് ഇറങ്ങി വന്നിട്ട് നമുക്ക് വേണ്ടി ചെവി ചായ്ച്ച് നിലവിളി കേൾക്കുന്ന നല്ലൊരു ദൈവത്തെ ജീവിതത്തിൽ കണ്ടുമുട്ടുവാൻ സാധിച്ചത് അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ലോകപ്രകാരം ഒന്നും ലഭിച്ചില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ, എനിക്ക് ആശയവിനിമയം നടത്തുവാൻ, എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുവാൻ എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവത്തെ ജീവിതത്തിൽ കണ്ടുമുട്ടുവാൻ സാധിച്ചു. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം, ദൈവം നിശബ്ദനായിരുന്നു എങ്കിൽ ദാനിയേൽ കൂട്ടർ പ്രാർത്ഥിച്ചു. ദൈവം നിശബ്ദനായിരുന്നു എങ്കിൽ ദൈവത്തിന്റെ എല്ലാ ശക്തിയും അധികാരവും ഒക്കെ ഉണ്ടെങ്കിലും ദൈവം ദാനിയേലിന്റെ മുമ്പിൽ ആശയവിനിമയം നടത്താൻ ദൈവം തയ്യാറല്ലായിരുന്നു എങ്കിൽ ദാനിയേലിന്റെ സ്ഥിതി ചിന്തിച്ചു നോക്കി. ദാനിയേലിനെ മാത്രമല്ല, ഇതിനെ ബേസ് ചെയ്ത് ഒരു കമ്മ്യൂണിറ്റി മൊത്തം ഉടക്കുന്നുണ്ട്. ഇവൻ രാജാവിന്റെ അടുക്കൽ പോയി ലീവ് ചോദിച്ചിട്ട് വന്നിരിക്കുക, അവധി ദിവസം. ഇവൻ പറഞ്ഞില്ല എങ്കിൽ ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ നശിക്കുകയാണ്. നാം ചിന്തിക്കേണ്ട വസ്തു. അതുകൊണ്ട് ദൈവം തന്റെ മഹത്തായ വെളിപ്പാട് ദാനിയേലിന് നൽകിയത് കൊണ്ട് ദാനിയേൽ നന്ദിയോടെ ദൈവത്തിനെ സ്തുതിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ട വസ്തുത, ദൈവത്തിന്റെ തക്ക സമയത്തുള്ള ഇടപെടൽ അത് വലിയൊരു കാര്യമാണ്. തക്ക സമയത്ത്, ആ തക്ക സമയത്താണ് ദൈവം ഇടപെടുന്നത്. നമുക്കറിയാം, മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായപ്പോൾ അത് യോസഫ് പറഞ്ഞ് രഹസ്യമായി അവളെ ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ തക്ക സമയത്ത് യഹോവയായ ദൈവം ആ കാറ്റിൽ ഇടപെടുന്നു. മറ്റൊന്ന് നമുക്കറിയാം, ലാബാനും കൂട്ടരും യാക്കോബിനോട് മറ്റും വഴക്കുണ്ടാക്കാൻ വേണ്ടി
ലാബാനൻ യാക്കോബിന് അടുക്കലേക്ക് ഓടി വരുമ്പോൾ തക്ക സമയത്ത് ദൈവം ലാബാനോട് ഇടപെടുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ തക്ക സമയങ്ങളിൽ ദൈവം ഇടപെടുന്ന ഇടപെടൽ പലപ്പോഴും നമ്മുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്കത് കാണാൻ കഴിയുന്നില്ല. നമ്മുടെ കൊച്ചു മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ, ഗ്രഹിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. എത്ര പ്രാവശ്യങ്ങളിൽ തക്ക സമയത്ത് ദൈവം ഇടപെട്ട എത്ര കാര്യങ്ങളുണ്ട്. എല്ലാ വഴിയും അടഞ്ഞു, ഇനി ഒന്നുമില്ല എന്നിരിക്കുമ്പോൾ തക്ക സമയത്ത് ദൈവം ഇടപെട്ട എത്ര വൻ കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാനുണ്ട്. അതാണ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം. ദൈവം തക്ക സമയത്ത് അവർക്ക് വേണ്ടി ഇടപെടുന്നു. ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, ആ 23-ാമത്തെ വാക്യത്തിനകത്ത് തന്നെ ചിന്തിപ്പിച്ച 2 പദപ്രയോഗമുണ്ട്. ആ 23-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. എന്റെ പിതാക്കന്മാരുടെ ദൈവമായുള്ളവേ, നീ എനിക്ക് ജ്ഞാനവും ബലവും തന്നു. ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചത് ഇപ്പോൾ എന്നെ അറിയിച്ച് രാജാവിന്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു. അവിടെ പറയുന്ന പദപ്രയോഗം ഒന്ന്, നീ എനിക്ക് ജ്ഞാനവും ബലവും തന്നു. ഓക്കെ, അവിടെ നോക്കി, ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചു. ഞങ്ങൾ, ഞാൻ നിന്നോടെന്നല്ല, ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചു. ഇനി അതിന് താഴോട്ട് വരുമ്പോൾ രാജാവിന്റെ കാര്യം എനിക്ക് വെളിപ്പെടുത്തി തന്നതല്ല വായിക്കുന്നത്, ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തെങ്കിലും ദാനിയേൽ സ്വയമേ അതിന്റെ ക്രെഡിറ്റ് മാറ്റിയെടുക്കാതെ, ഓ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു, എന്റെ കൂടെയുള്ളവർക്കൊന്നും ദൈവം വെളിപ്പെടുത്തി കൊടുത്തില്ല എന്നല്ല ദാനിയേൽ പറയുന്നത്. ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നാലും ശരി, അതിന് കാരണക്കാരായി നിന്ന എൻ്റെ സഹോദരന്മാരുടെ ഉണ്ട്, അവരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ദൈവം എനിക്കിത് വെളിപ്പെടുത്തി തന്നത് എന്ന അർത്ഥത്തിലാണ് വായിക്കുന്നത്. ഞങ്ങളോട് അറിയിച്ചു, ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. അപ്പോൾ നെബൂഖദ്നേസർ മുമ്പാകെ അത് സ്ഥിരീകരിക്കുന്നതിന് മുൻപേ ദൈവം തനിക്ക് ഉത്തരം നൽകി എന്ന് വിശ്വസിക്കത്തക്ക നിലയിൽ ഒരു വലിയ വിശ്വാസത്തിന്റെ ഉറപ്പ് അവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇത് ദാനിയേൽ രാജാവിന് മുമ്പാകെ പറഞ്ഞിട്ടില്ല, പക്ഷെ ദാനിയേലിന് ഉറപ്പുണ്ട്, ദൈവം പറഞ്ഞു തന്നെ സത്യം, അതിന് മാറ്റമില്ലെന്ന് ഉറപ്പ് ഹൃദയത്തിനകത്തുണ്ട്. 2, തനി ആ മാനം മൊത്തം എടുക്കാതെ ഞാൻ തന്നെ അധ്വാനിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ എടുത്തു എന്ന് പലപ്പോഴും നമ്മൾ തന്നെ മാനവും മഹത്വം എടുക്കാറുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചു. ഓക്കെ, നീ പ്രാർത്ഥിച്ചു, പക്ഷെ നീ മാത്രമല്ല, ഇതിന്റെ പിന്നിൽ പ്രാർത്ഥിച്ച ഒരു ഗ്രൂപ്പ് എവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ദാനിയേലിന് വ്യക്തമായി അറിയാം, എന്റെ കൂടെ ഈ 3 പേര് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ദാനിയേല് ഇവിടെ പറയുമ്പോൾ ആ സഹോദരങ്ങളെ മറക്കാതെ അവരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത്. ദാനിയേലിന് മാത്രമാണ് വെളിപ്പാടുണ്ടായതെങ്കിലും അവൻ അതിന്റെ മാനമെടുക്കാതെ, അതിന്റെ മഹത്വം പുകഴ്ചയും എടുക്കാതെ തന്റെ സ്നേഹിതന്മാരെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തുകയാണ്. ഇതാണ് യഥാർത്ഥമാകുന്നൊരു കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥമാകുന്നൊരു ദൈവസ്നേഹം എന്ന് പറയുന്നത്. ഇവിടെ ദാനിയേൽ അത് വെളിപ്പെടുത്തുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ ബന്ധത്തിൽ ദൈവം ഞങ്ങളെ അറിയിച്ചു, ദൈവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി
തന്നു എന്നിവിടെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഴിഞ്ഞ കാലം നമ്മുടെ ഫെലോഷിപ്പ് കൂടി പ്രാർത്ഥിച്ചവരെ ഒരിക്കലും മറക്കല്ലേ. അവരൊരു കാലത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാണ്, നമുക്ക് ഇടിവിൽ നിന്നവരാണ്. നാം അവരെ ഓർക്കുവാൻ എന്നും ബാധ്യസ്ഥരാണ്. നമുക്കിനി 24 മുതൽ 30 വാക്യത്തിലേക്ക് പോകാം. 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ദാനിയേൽ ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പിപ്പാൻ രാജാവ് നിയോഗിച്ചിരുന്ന അര്യോക്കിന്റെ അടുക്കൽ ചെന്ന് അവനോട്, ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പിക്കരുത്, എന്നെ രാജസന്നിധിയിൽ കൊണ്ടുപോകണം, ഞാൻ രാജാവിനെ അർത്ഥം ബോധിപ്പിക്കാമെന്ന് പറഞ്ഞു. അര്യോക്ക് ദാനിയേലിനെ വേഗം രാജസന്നിധിയിൽ കൊണ്ടുചെന്നു. രാജാവിനെ അർത്ഥം ബോധിപ്പിക്കേണ്ടതിന് യഹൂദ പ്രവാസികളിൽ ഒരുത്തനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഉണർത്തിച്ചു. ബേൽഷസർ എന്ന് പേരുള്ള ദാനിയേലിനോട് രാജാവ്, ഞാൻ കണ്ട സ്വപ്നവും അർത്ഥവും അറിയിപ്പാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. മതിയോ പാസ്റ്ററെ? 30 വാക്യം വരെ. 30. ഹലോ, രണ്ടാമത്തേത് 30 വാക്യം വരെ. ദാനിയേൽ രാജസന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചത്, രാജാവ് ചോദിച്ച ഗുപ്തകാര്യം വിദ്വാൻമാർക്കും ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും രാജാവിനെ അറിയിപ്പാൻ കഴിയുന്നതല്ല. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിപ്പാനിരിക്കുന്നത് നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നവും പള്ളിമെത്തയിൽ വെച്ച് തിരുമനസ്സിനുണ്ടായ ദർശനങ്ങളുമാവിത്. രാജാവേ, ഇനിമേൽ സംഭവിപ്പാനിരിക്കുന്നത് എന്തെന്നുള്ള വിചാരം പള്ളിമെത്തയിൽ വെച്ച് തിരുമനസ്സിൽ ഉണ്ടായി. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ സംഭവിപ്പാനിരിക്കുന്നത് അറിയിച്ചുമിരിക്കുന്നു. എനിക്കോ ജീവനോടെ ഇരിക്കുന്ന യാതൊരുത്തിനേക്കാളും അധികമായ ജ്ഞാനം ഒന്നും ഉണ്ടായിട്ടല്ല. രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കേണ്ടതിനും തിരുമനസ്സിലെ വിചാരം തിരുമനസ്സുകൊണ്ട് അറിയേണ്ടതിനും അത്രേ ഈ രഹസ്യം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇവിടെ പറയുന്നു, നെബൂഖദ്നേസർ കണ്ട സ്വപ്നം ദാനിയേൽ രാജാവിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. സ്വപ്നം വെളിപ്പെടുത്തി കിട്ടി. ദൈവത്തിന് അവൻ മഹത്വം കൊടുക്കുന്നു. അവൻ ആദ്യം പോയി അര്യോക്കിനെ അറിയിച്ചു. അര്യോക്കാണല്ലോ ഇത് മീഡിയേറ്റർ. അര്യോക്കിനെ അറിയിച്ചപ്പോൾ, കാരണം ബാബിലോണിലെ വിദ്വാൻമാരെയും ആഭിചാരകന്മാരെയും മന്ത്രവാദികളെയും കൽദരെയും അവർക്ക് ഓർഡർ കൊടുത്ത ഇത്രാന്തികയ്ക്കകം ഈ സ്വപ്നം നിങ്ങൾ പറഞ്ഞെങ്കിൽ കൊന്നുകളയും, കഷ്ണം കഷ്ണമായി കൊന്നുകളയുന്ന ന്യായവിധിയാണ്. അതുകൊണ്ട് ഈ സ്വപ്നം കണ്ട ഉടൻ തന്നെ വിദ്വാൻമാരെ നശിപ്പിക്കാൻ രാജാവ് നിയോഗിച്ചിരിക്കുന്ന അര്യോക്കിന്റെ അടുക്കൽ ചെന്നു. അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ബാബിലോണിലെ വിദ്വാൻമാരെ നശിപ്പിക്കരുത്. ദാനിയേലിന്റെ ഒന്നാമത്തെ റിക്വസ്റ്റ് അത്. ഇതിന്റെ പേരിൽ ഒരിക്കലും ബാബിലോണിലെ മന്ത്രവാദികളെയോ ആഭിചാരകന്മാരെയോ കൽദേരെയോ ലക്ഷണം നോക്കുന്നവനെയോ നശിപ്പിക്കരുത്. ഇതൊരു ദാനിയേലിന്റെ റിക്വസ്റ്റാണ്. നോക്കണം, ഒരു മധ്യസ്ഥനായി നിൽക്കുകയാണ് വാസ്തവത്തിൽ. സാധാരണ മനുഷ്യത്തിൽ അത് ചിന്തിച്ചു പോവും, മന്ത്രവാദിയല്ലേ, ആഭിചാരകന്മാരല്ലേ, ലക്ഷണവിദ്യ പറയുന്നവരല്ലേ, കുറച്ച് ചത്തൊടുങ്ങട്ടെ, ഇവന്മാർ ഇത്രയും നാൾ നശിപ്പിച്ചില്ലേ, അതുകൊണ്ട് പോകട്ടെ, ചത്തുപോകട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർ ഒരുപാട് പേര് നമ്മുടെ കൂട്ടങ്ങളിലുണ്ട്. മനുഷ്യനെ പിശാചായി ചിത്രീകരിക്കുന്നവരുണ്ട്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും ഒക്കെ പറയുന്ന കാര്യങ്ങളാണ്. അതൊരു പിശാചാണെന്നും
ഇങ്ങനെ മറ്റ് പല പേരുകൾ പറയാറുണ്ട്. നമ്മൾ ആ നിലയിലാണ് ചിന്തിക്കുമ്പോൾ നെഗറ്റീവായി ചിന്തിക്കുക, അവരെ കൊന്നുകളയാൻ, നശിച്ചു പോട്ടെ, ഞാൻ രക്ഷപ്പെട്ടാൽ മതി. ദാനിയേൽ അങ്ങനെയല്ല. ദാനിയേൽ തോക്കുമ്പോൾ ഒരു വലിയ കമ്മ്യൂണിറ്റി നശിക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമൂഹത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു ദാനിയേലിനെ കാണാൻ കഴിയുന്നത്. അവർ ഏതൊരുത്തം തൊഴിൽ ചെയ്താലും ഏതൊരുത്തരം ജോലി ചെയ്താലും ദാനിയേലിന്റെ ചിന്താഗതി അവരാരും നശിക്കരുത്, അവരാരും തകർന്നു പോകല്ലേ. ഇത് ദാനിയേലിന്റെ ഒരു റിക്വസ്റ്റാ. നമുക്കറിയാം, അബ്രഹാം അവന്റെ അടുക്കൽ വന്ന ദൂതന്മാരോട് അബ്രഹാം പറയുമ്പോൾ, ഞങ്ങൾ സോദോം ഗൊമോറ നശിപ്പിക്കാൻ വേണ്ടി പോകുക എന്ന് പറയുമ്പോൾ, അബ്രഹാം ആ ദൂതന്മാരോട് മുമ്പിൽ ഒരു മധ്യസ്ഥനായി നിന്ന് ആ രാജ്യത്തിലുള്ള നീതിമാന്മാരെ, ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി മധ്യസ്ഥ നിൽക്കുന്ന കാണാം. അത് യഥാർത്ഥമാകുന്ന ഒരു ഭക്തന്റെ ഹൃദയമാണത്. അവിടെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നമുക്ക് ശത്രുതയുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നാം ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല. അതൊരു യഥാർത്ഥ വിശ്വാസിയുടെ സ്വഭാവമല്ല. ജീവിതത്തിൽ മനുഷ്യനാ, അവന് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം, അതിന് വീഴ്ചകൾ സംഭവിക്കാം, ഏതെങ്കിലും വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, തകർന്നിരിക്കാം. പക്ഷെ ഒരിക്കലും അതിൻ്റെ പേരിൽ ഞാൻ നല്ല ആളാണെന്നും ആ ആൾക്ക് അങ്ങനെ സംഭവിക്കണമെന്നും നാം ഒരിക്കലും നമ്മുടെ നാവ് കൊണ്ടത് പറയാൻ പാടില്ല. കാരണം അതെല്ലാം വിധിക്കുന്ന ദൈവമാണ്. ഇവിടെ നോക്കണം, ഇത് ഇവരെ തൊഴിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത തൊഴിലാ. ഈ ആത്മമണ്ഡലത്തിലുള്ള വ്യാജ ദൈവങ്ങളോടും വ്യാജ വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവിക്കുകയും അതുകൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന ഒരു കമ്മ്യൂണിറ്റി, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു ഭക്തനായ ഹൃദയമുള്ള ദാനിയേലിനെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഓപ്പോസിറ്റായി നമുക്ക് ശത്രുത തോന്നുന്നവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതിൽ സന്തോഷിക്കാതെ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കർത്താവേ, നീ അവരെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ മുമ്പിൽ തകർന്നുകൊണ്ടിരിക്കുന്ന പാമ്പൻ വിധ നിലവാരത്തിൽപ്പെട്ടവരുണ്ട്. ഇന്നും ഈ മന്ത്രവാദികളും ആഭിചാരകന്മാരും ഒക്കെ നമ്മുടെ ഇടവെളിയിൽ നമ്മുടെ ചുറ്റുപാടൊക്കെ പാർക്കുന്നുണ്ട്. ഒരിക്കലും നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കല്ലേ. ദൈവമേ, നീ അവരെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവിടെ നമ്മുടെ പ്രാർത്ഥന രീതി ഒന്ന് മാറ്റണം, നമ്മുടെ ചിന്താഗതി മാറ്റണം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണം. നാം അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവർ നശിക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് ലഭിക്കാത്ത ദർശനം എനിക്ക് ലഭിച്ചത്. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഒരു ദൈവത്തെ എനിക്ക് കിട്ടി, എനിക്ക് കണ്ടുമുട്ടാൻ സാധിച്ചു. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നൊരു കാര്യം ഞാൻ അവിടെ ഓർപ്പിച്ചുണർത്തുകയാണ്. രാജാവിന്റെ സ്വപ്നത്തിന് ഫലമായിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദാനിയേലിനെ വെളിപ്പെടുത്തുന്നു. അരിയോക്കി എന്ന് രാജാവിന് മുമ്പാകെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എനിക്കൊരു മനുഷ്യനെ കണ്ടെത്തുവാൻ കഴിഞ്ഞു. നീ കണ്ട സ്വപ്നം പറയുവാൻ വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ഒരുത്തനെ ഞാൻ കണ്ടുമുട്ടി. അവിടെ അരിയോക്കും കാര്യങ്ങൾ പറയുമ്പോൾ ദാനിയേൽ പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. 28-ാമത്തെ വാക്യം വായിച്ചു. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്.
അവൻ ഭാവി കാലത്ത് സംഭവിപ്പാനിരിക്കുന്നത് നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നവും പള്ളിമെത്തയിൽ വെച്ച് തിരുമനസ്സിനുണ്ടായ ദർശനങ്ങളുമാവിത്. അതിനു മുമ്പ് പറയുന്നുണ്ട്, നീ പറയുന്ന കാര്യങ്ങൾ വിദ്വാൻമാർക്കോ ആഭിചാരകന്മാർക്കോ മന്ത്രവാദികൾക്കോ ശകനവാദികൾക്കോ ആർക്കും ഇത് അറിയിക്കാൻ കഴിയുന്നതല്ല നീ കണ്ട കാര്യം. എന്നാൽ എനിക്കിത് വെളിപ്പെടുത്താനുള്ള കാരണം പറയുന്നുണ്ട്. അതിന് 30-ാമത്തെ വാക്യം, എനിക്കോ ജീവനോടിരിക്കുന്ന യാതൊരുത്തിനേക്കാളും അധികമായ ജ്ഞാനം ഒന്നും ഉണ്ടായിട്ടല്ല രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കേണ്ടതിനും തിരുമനസ്സിലെ വിചാരം തിരുമനസ്സുകൊണ്ട് അറിയേണ്ടതിനും അത്രേ ഈ രഹസ്യം എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പറയുന്നത് ഇവർക്കാർക്കിത് പറയാനൊക്കത്തുള്ളത് പറഞ്ഞിട്ട് പറയാണ്, ഞാൻ വലിയ അമാനുഷികനായ ബുദ്ധിയും ജ്ഞാനമുള്ളവനല്ല, ഞാനും സാധാരണക്കാരനാണ്. എന്നാൽ രാജാവിന് ഈ കാര്യം സ്വപ്നത്തിലൂടെ ദൈവം അറിയിച്ചു. എന്നാൽ രാജാവിനോട് ഈ വിഷയം അറിയിക്കാൻ വേണ്ടി മാത്രം എനിക്കിത് ദൈവം വെളിപ്പെടുത്തി തന്നതാന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്ന ഒരു ദാനിയേലിനെയാണ് കാണാൻ കഴിയുന്നത്. അല്ലാതെ അവരുടെ മുൻപിൽ മറ്റുള്ളവരെക്കാൾ ഞാൻ ബുദ്ധിമാനാണ്, ശ്രേഷ്ഠനാണ്, ഞാൻ ഉന്നതനാണ് എന്നൊന്നും അവിടെ ഉയർത്തിപ്പിടിക്കാതെ പറയുകയാണ്, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം ഇത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു എന്ന്. അതാണ് 28-ാമത്തെ വാക്യം. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. നോക്കണം, രാജകൊട്ടാരത്തിന്റെ അകത്ത് കയറി ചെന്നിട്ട് അവരെ അവിടെ ദൈവത്തെക്കുറിച്ച് പറയാനുള്ളതായ സാക്ഷ്യപ്പെടുത്താനുള്ളതായ ഒരു അവസരം ദാനിയേലിന് ലഭിക്കുകയാണ്. ദാനിയേൽ അവിടെ ചെന്നിട്ട് അവന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്ന് പറയാൻ അവസാന നാളുകൾ എന്ത് സംഭവിക്കും? നെബൂഖദ്നേസർ സ്വപ്നം തന്റെ രാജ്യത്തെക്കുറിച്ച് മാത്രമല്ല, ഭാവിയിലെ മുഴുവൻ കാലഘട്ടങ്ങളെ കുറിച്ചുള്ള ഒരു സ്വപ്നമാണ് അങ്ങ് കണ്ടത്. അങ്ങയുടെ രാജ്യത്തെക്കുറിച്ചോ അങ്ങയുടെ കാലഘട്ടത്തെക്കുറിച്ചല്ല, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന മുഴുവൻ കാലഘട്ടങ്ങളെ കുറിച്ച് ഒരു വലിയ സ്വപ്നമാണ് അങ്ങ് കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ദാനിയേൽ ഇനി സ്വപ്നത്തിൽ കടക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി 31 മുതൽ 35 വാക്യങ്ങൾ വായിച്ചു. രാജാവ് കണ്ട ദർശനമോ വലിയ ഒരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണും കൊണ്ടുമായിരുന്നു. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാത്ത ഒരു കല്ല് പറിഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്തു കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെയായി തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു, ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇവിടെ സ്വപ്നം പറയുകയാണ്, ഒരു മഹത്തായ ഒരു ബിംബമുണ്ട് അവിടെ. ദാനിയേലിന്റെ ഈ വിവരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിംബം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടല്ല, ഉപയോഗിച്ചിട്ട് മെറ്റീരിയൽ ഡിഫറൻ്റാ. തങ്കം തല, കയ്യും
മാർവിടവും വെള്ളി, അരഭാഗം വെങ്കലം, താഴെ കാലുകൾ വന്നിട്ട് ഇരുമ്പ്, താഴെ കാലിന്റെ പത്തിഭാഗം എല്ലാം വരുന്നത് പാതി കളിമണ്ണും പാതി ഇരുമ്പുമാണ്. അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ളതായ ഒരു പ്രതിമ. നമ്മൾ ഈ ബിംബം ശ്രദ്ധിക്കുമ്പോൾ മുകളിൽ നിന്ന് ആരംഭിച്ച് താഴോട്ട് വരുംതോറും ആ ലോകത്തിൻ്റെ അഥവാ മെറ്റീരിയലിൻ്റെ വില കുറഞ്ഞു മൂല്യം കുറഞ്ഞു വരുന്നതും ശക്തി കുറഞ്ഞു വരുന്നതാണ്. തങ്കത്തിന് അത്രയും പവറും വിലയും വാല്യൂവും വെള്ളിക്കില്ല. വെള്ളിയുടെ അത്രയും താമ്രത്തിനില്ല. താമ്രത്തിൻ്റെ അത്രയും ഇരുമ്പിനില്ല. ഇരുമ്പിന് അത്രയും വില താഴോട്ട് പോകുന്ന കളിമണ്ണിനില്ല. അപ്പൊ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും മൂല്യം കുറഞ്ഞു വരുന്ന ഒരവസ്ഥയിലേക്കാണ് കാലഘട്ടം നീങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നാണ് ഈ പറഞ്ഞു വെച്ച പ്രതിമ കൊണ്ടുള്ള ഉദാഹരണം. അതാണ് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ തല ഉണ്ടാക്കിയത് പ്രധാനപ്പെട്ട 4 ഭാഗങ്ങളുണ്ട്. 4ആയി തിരിക്കുന്നതിനെ നമുക്ക്. ഒന്നാമത്തെ ഭാഗം തല തങ്കം കൊണ്ടുണ്ടാക്കിയതാണ്. നമുക്കറിയാം ഏറ്റവും വിലയേറിയ ശുദ്ധമായ ഒന്നാണ് തങ്കം എന്ന് പറയുന്നത്. അതിനകത്ത് മാലിന്യങ്ങളൊന്നുമില്ല, ചെമ്പൊന്നും ചേർത്തതല്ല. ശുദ്ധമായ സ്വർണത്തെയാണ് തങ്കം എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന് ശോഭ വ്യത്യാസമുണ്ട്, അതിൻ്റെ വാല്യൂ മൂല്യത്തിന് വ്യത്യാസമുണ്ട്. എല്ലാ നിലകളിലും മറ്റുള്ള മെറ്റീരിയലിനേക്കാൾ വിലയുള്ളതാണ് തങ്കം. അപ്പൊ ഒന്നാമത്തെ സാമ്രാജ്യ സ്ഥാപം ബാബിലോൺ സാമ്രാജ്യം. തല ബാബിലോൺ സാമ്രാജ്യത്തെ കാണിക്കും. രണ്ടാമത് പിന്നെ വരുന്നത് വെള്ളി, അടുത്തത് വെങ്കലം. കൈയും തലയും നെഞ്ചും വെള്ളി, വയറുമരയും താമ്രം, തുട വന്നിട്ട് ഇരുമ്പ്, കാൽ പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടും. അവിടെ പ്രധാനമായി കാണാൻ കഴിയുന്നത് നോക്കി നിൽക്കുമ്പോൾ തന്നെ കൈ തൊടാതൊരു കല്ല് വരികയാണ്. ആ മനോഹരമാകുന്ന പ്രതിമയുടെ കാലിൽ വന്നിട്ട് ആ കല്ല് വീഴുകയും ആ ബിംബമാകപ്പാടെ അടിപടലം തകർന്ന് നശിച്ചു പോകുന്ന ഒരനുഭവമാണ് കാണുന്നത്. അതിനൊരു അല്പം ഭാഗം പോലും ശേഷിക്കാതെ വലിയ കാറ്റ് കൊണ്ട് അടിച്ച് പറപ്പിച്ച് കൊണ്ടുപോകുന്ന പോലെ അതിന് സകല പൊടികളെയും അടിച്ചു പൊടിച്ച് കൊണ്ടുപോവുകയും ആ കല്ലൊരു വലിയ പർവ്വതമായി തീരുകയും ചെയ്യുന്നു. ഇതാണ് രാജാവ് കൊണ്ട സ്വപ്നം. അതിന്റെ അർത്ഥങ്ങൾ എനിക്ക് വ്യാഖ്യാനിക്കുവാൻ കുറേയേറെ സമയമെടുക്കും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പ്രധാനമായി ചിന്തിക്കേണ്ട കാര്യം, ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തി ബാബിലോൺ. ബാബിലോൺ അത്രയും പവർഫുൾ, അത്രയും സുന്ദരമാകുന്ന ഒരു സാമ്രാജ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. 7 മഹാത്ഭുതങ്ങളിൽ ഒന്നാകുന്ന ഹാങ്ങിങ് ഗാർഡൻ അഥവാ ആടുന്ന തൂക്കുവനങ്ങൾ, ബാബിലോൺ കോട്ട ഉണ്ടാക്കിയത് തന്നെ വളരെ ഭംഗിയായിട്ടാണ്. ഒരു വിധത്തിലും അതിൻ്റെ അകത്ത് ഒരു വ്യക്തിക്കും കടക്കുവാൻ കഴിയാത്ത നിലയിലാണ് ബാബിലോൺ കോട്ട ഉണ്ടാക്കിയിരിക്കുന്നത്. ബാബിലോൺ കോട്ടയുടെ മുകളിൽ കൂടെ
രഥത്തിന് ഓടിച്ചുകൊണ്ട് പോകാവുന്ന വീതിയിലാണ് അതിന് കോട്ടയുണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ അകത്തൂടെ ചുറ്റോട് ചുറ്റും യൂഫ്രട്ടീസ് ടൈഗ്രീസ് വരുന്ന നദികളുടെ അതുമായി കണക്ട് ചെയ്തിട്ട് ആ കോട്ടയ്ക്ക് ചുറ്റും വെള്ളമാണ്. അതുകൊണ്ട് നീന്തി കിടക്കാനൊക്കത്തില്ല. അതിൻ്റെ അകത്ത് ദുഷ്ടജന്തു ആകുന്ന മുതലകളെ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അത് ഒരിക്കലും ഒരു റിവറാണ്, തോടാണ് കാണാതിരിക്കത്തക്ക നിലയിൽ ചെടികളും മരങ്ങൾ കൊണ്ട് അതിൻ്റെ ഇല അത് മൊത്തം മൂടിയിരിക്കുകയാണ്. അത്ര ശ്രേഷ്ഠമേറിയതാണ്. കാലഘട്ടങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ ദാനിയേൽ ഒരിക്കൽ നെബൂഖദ്നേസർ ചിന്തിച്ചു കാണത്തില്ല ഇതിവിടെ തകരുമെന്ന്. കാലഘട്ടങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ ഇത് പിടിച്ചെടുത്തു. മേദ്യ എന്ന് പറഞ്ഞ അടുത്തൊരു സാമ്രാജ്യം നിലവിൽ വരുന്നു. മേദ്യയും പേർഷ്യയും രണ്ടും രണ്ടാണ്. അവർ ഒരുമിച്ചു ഒന്നായി തീർന്നു. ആ മേദ്യ പേർഷ്യയാണ് രണ്ടാമത്തെ സാമ്രാജ്യ ശക്തിയായി അധികാരത്തിൽ വരുന്നത്. ഇന്നുവരെ ലോകത്തിൽ എന്ത് സംഭവിക്കുമെന്നും ഇനി ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു രൂപരേഖയാണ് ഈ നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ വാക്കിയുടെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് തൻ്റെ വാക്കിനാൽ ഉളവാക്കപ്പെട്ട ഈ ഭൂമി ദൈവം രാജാക്കന്മാരെ വാഴിക്കുകയും ദൈവം രാജാക്കന്മാരെ ഇറക്കുകയും ചെയ്ത് വിവിധ നിലകളിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമി, ഇതിനെല്ലാം പിൻപിൽ ദൈവത്തിൻ്റെ വ്യക്തമായ ലക്ഷ്യമുണ്ട്, ദൈവത്തിന് വ്യക്തമായ കരമുണ്ട്, ദൈവത്തിൻ്റെ വ്യക്തമായ പ്ലാനും പദ്ധതികളും ഇതിൻ്റെ എല്ലാം പിൻപിലുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ ഓർത്തുകൊള്ളണം. അതുകൊണ്ട് എത്ര വലിയ സാമ്രാജ്യ ശക്തിയായാലും എത്ര വലിയ ഭരണാധികാരിയായാലും ആമീനെല്ലാം തകർക്കുമെന്ന് പറഞ്ഞു വന്നാലും ശരി, ദൈവം അനുവദിച്ചിട്ടല്ലാതെ ആർക്കും അനങ്ങാനൊക്കത്തില്ല, ആർക്കും ചലിക്കാനൊക്കത്തില്ല. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാണ് ഇന്നുവരെയുള്ളതായ ഭരണം, രാജ്യം, ഭരണകർത്താക്കൾ സകലവും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ബലമില്ലതും ബലമില്ലാത്തതുമായ ഒരു സംവിധാനമാണ് ഇന്ന് ലോകത്തിലുള്ളത്. അതാണ് പാതി കളിമണ്ണും പാതി ഇരുമ്പും തമ്മിൽ യോജിക്കുമെങ്കിലും, എല്ലാം മനുഷ്യനാന്ന് പറഞ്ഞാലും ഇരുമ്പും കളിമണ്ണും ഒരിക്കലും യോജിക്കാത്തതുപോലെ ഈ ജനാധിപത്യത്തിൽ ഒരുത്തനോട് യോജിക്കത്തില്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുപറിച്ചും അക്രമം കാണിച്ചും അഴിമതി കാണിച്ചും ഭരണം കൈക്കലാക്കിയെടുക്കുന്ന ഒരു കാലഘട്ടത്തിലെത്തി. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, എല്ലാം കളിമണ്ണായാലും ഇരുമ്പായാലും ഇത് ചേരാത്തതുപോലെ മനുഷ്യർ തമ്മിൽ ചേരുകയില്ല. അതുകൊണ്ട് ഒരുത്തനെ കാലെ പിടിച്ച് താഴെ ഇട്ടിട്ട് മറ്റവൻ അധികാരത്തിൽ വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യത്തിൽ എന്ന് പറയുന്ന പേരിട്ട് കൊടുത്തിട്ട് അവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് പൂർണ്ണമായി തച്ചുടച്ചുകൊണ്ട് ഒരനുഗ്രഹിക്കപ്പെട്ട ഭരണ സംവിധാനം ലോകത്തിൽ വരും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ സാധിക്കും. അതെന്തെല്ലാമാണ് എന്നുള്ളത് ദൈവം വരും ക്ലാസ്സിൽ ഞാനത് പ്രസ്താവിക്കാം.
ഈ രാത്രി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട മാനവും മഹത്വം കൊടുത്ത് ദൈവത്തോട് നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കേണ്ടത് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.